ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വീണ്ടും ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ, ദൈവശബ്ദം കേൾപ്പാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ദൈവം നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നത് അഴിഞ്ഞു പോകുന്ന, നശിഞ്ഞു പോകുന്ന സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, ലോകത്തിലെ ഒന്നിനും നൽകാൻ കഴിയാത്ത വില കൊണ്ടാണ് നമ്മളെ അവൻ വിലക്ക് വാങ്ങിയിരിക്കുന്നത്. യേശുവിന്റെ വിലയേറിയ രക്തത്താൽ പാപത്തിന്റെയും ഇരുട്ടിന്റെയും പിടിയിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്ത് നമ്മളെ ആക്കി വെച്ചു. അതിനാൽ നമ്മൾ സാധാരണ മനുഷ്യരല്ല, ലോകത്തിൽ ഏറ്റവും വില കൊടുത്ത് സ്വന്തമാക്കിയ ദൈവത്തിന്റെ മക്കളാണ് നാം. അതിനാൽ ഇനി നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം, നമ്മൾ എന്തായി തീരണം, നമ്മുടെ ജീവിതം എവിടെയാണ് എത്തിച്ചേരേണ്ടത്, ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മളെ വിലക്ക് വാങ്ങിയ കർത്താവാണ്. സാത്താനും മനുഷ്യനും മന്ത്രവാദികളും ലോകശക്തികളും ആരും നമ്മുടെ ഭാവി നിർണ്ണയിക്കാൻ കഴിയില്ല. നമ്മുടെ വഴിയെ തുറക്കുവാനും നമ്മുടെ അനുഗ്രഹം ഉറപ്പാക്കുന്നതും നമ്മുടെ ജീവിതം ഉപയോഗിക്കുന്നതും നമ്മളെ വിലക്ക് വാങ്ങിയ യേശു കർത്താവാണ്. യെരമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ നിരൂപണം അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണ്. ഈ ആത്മവിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം. ഞാൻ ദൈവത്തിന്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവനാകുന്നു, എൻ്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്ന വിശ്വാസത്തോടെ, ഉറപ്പോടെ ഈ പ്രഭാതത്തിൽ വീണ്ടും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ വിലയേറിയ രക്തത്തിലൂടെ ഞങ്ങൾ സ്വന്തമാക്കിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭാവി മനുഷ്യനും സാത്താനും ഈ ലോക ശക്തികളുടെ കൈകളിൽ അല്ല എന്നുള്ള ഉറപ്പ് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അനുഗ്രഹത്തിൽ ജീവിപ്പാൻ, ദൈവത്തിന് സാക്ഷിയായി ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നല്ല സാക്ഷ്യത്തോടെ ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണം. എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.